ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷെഫ് പരിചയപ്പെടുത്തിയ ഒരു പൊട്ടറ്റോ റെസിപ്പിയാണ്. ഇതൊരു പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ്. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് തയ്യാറാക്കി നോക്കിയായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിനുശേഷം ഞാൻ എപ്പോഴും ഇതുപോലെയാണ് പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറ്. ഇതിൻ്റെ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സിമ്പിളാണ് ഉണ്ടാക്കാനും. അധികം മസാലകളും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണേ. ഈ മുഴുവനെയുള്ള ചെറിയ പൊട്ടറ്റോയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് പീൽ ചെയ്യേണ്ട കാര്യമില്ല. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ജീരകം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അരിഞ്ഞതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ 2-3 മിനിറ്റായി അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് പൊടികൾ ആവശ്യമായിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പൊടികളുടെ ആവശ്യമുള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആയിട്ട് ചേർക്കാൻ പോകുന്ന കുരുമുളക് പൊടിയാണ്. ഈ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് ഒരു ഫ്ലേവർ കൊടുക്കുന്നതന്നെ ഈ കുരുമുളക് പൊടിയാണ്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊരു 2 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് കൈവച്ച് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താലും മതി. ഒന്നും കൂടി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്നും കൂടി വേവിച്ചെടുക്കാം. അതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്ര മതിയാവും. ഞാൻ കുറച്ച് ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിന് ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതിൻ്റെ മേളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തന്നെ കുറച്ച് ഒരു 2 സെക്കൻഡ് കൂടെ അടച്ചു വയ്ക്കാം. അപ്പോൾ 2 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയും സവാളയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ പൊട്ടറ്റോ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളാണ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെയായിരിക്കും ട്രൈ ചെയ്ത് നോക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റി ഒരു ഐറ്റമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, ഉണ്ടാക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാവരും നെക്സ്റ്റ് ടൈം പൊട്ടറ്റോ ഫ്രൈയോ മെഴുക്കുവരട്ടിയോ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.